നാമമാതായി എല്ലാവരും അവരവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സനാതനധർമ്മം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന മുഖ്യ ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെറിയ വലിയ പ്രവർത്തനങ്ങളുമായി ഓൺലൈനായും ഓഫ്ലൈനുമായും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ചു വരുന്നു. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് കാലടിയിൽ ഒരടി മണ്ണ് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞ ശിവരാത്രി ദിവസം നമ്മൾ മഹത്തായ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. ദേവദേവനായ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിവോഹം എന്നുള്ള ഒരു പരിപാടി നമ്മൾ സപ്താഹമായി ആചരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവസാനിച്ചത്. നമ്മുടെ പരിപാടികളിൽ, അതായത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 2027 ശിവരാത്രിക്ക് മുമ്പായി കാലടിയിൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് ഒരു ആസ്ഥാന മന്ദിരം വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ ഇനിയുള്ള പരിപാടികളൊക്കെ, ആ പ്രാർത്ഥനയോടുകൂടി ആണ് ഇനിയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. അതിന് ഇവിടെ ഇന്ന് പങ്കെടുക്കുന്ന സുഹൃത്തുക്കളായ എല്ലാ മഹത്തുക്കളെയും, അതേപോലെ സ്വാമിനിയുടെയും മാതാജിയുടെയും ഒക്കെ അനുഗ്രഹം നമുക്ക് അതിനു വേണ്ടി ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഗുരുസ്മരണയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാൻ ജയേട്ടനെ, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ജയേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. 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 ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. 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 വളരെ സന്തോഷം ജയേട്ട. 2 വാക്ക് അങ്ങ് നമ്മുടെ ആ ഒരു പദ്ധതിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട ജയേട്ടൻ. ജ്യോതിഷ് പറഞ്ഞതുപോലെ ലോകമെമ്പാടും സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം നിലവിൽ വന്നത്. ഇത് നിലവിൽ വരുമ്പോൾ നമ്മളിലുള്ള ഈ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് പകർന്നു തന്ന അദ്വൈത സിദ്ധാന്തം. ശങ്കരോതീതി ശങ്കര, ലോകത്തിന് മംഗളമേകുവാനായിട്ട് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആചരണത്തിലൂടെ പ്രചരിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞ 4 വർഷമായിട്ട്. എന്നിരുന്നാലും ഇതിന് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമാണ്. എന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ വിഷൻ പൂർണ്ണമായിട്ട് അതിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും അതിൻ്റെ മിഷനിലുണ്ട്. നമുക്ക് വേദപാഠശാലകൾ വേണമെന്നുണ്ട്, എല്ലാവർക്കും ഉതകുന്ന. ഇപ്പം നമ്മൾ ഞാനും പല വേദപാഠശാലകളുടെയും രക്ഷാധികാരിയാണ്. പക്ഷെ അവിടെ എല്ലാം പഠിപ്പിക്കുന്ന രീതികളിൽ വെച്ച് ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ യജുർവേദം മാത്രം പഠിക്കുവാൻ 12-14 വർഷം പിടിച്ചിരുന്നു. അങ്ങനെയല്ല, വേദങ്ങൾ കുറച്ചുകൂടെ ജനകീയമാക്കുകയും അതിൻ്റെ മൂല്യതത്വങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് പഠിക്കുവാൻ ഉതകുന്നതായ പാഠശാലകൾ, ഗോശാലകൾ, ശങ്കരമന്ദിരങ്ങൾ, ശങ്കരഗ്രാമങ്ങൾ. നമ്മൾ ഓൾറെഡി ശങ്കരഗ്രാമം എന്ന പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. ഒരു കാലടിയിൽ ഒരു ഗ്രാമം ഏറ്റെടുക്കുകയും അതിനെ നമ്മൾ ശങ്കരഗ്രാമ പദ്ധതിയുടെ തുടക്കം കുറിക്കുകയും ചെയ്തു.
അപ്പോൾ ഇങ്ങനെ അനവധി മിഷൻസ് നമുക്കുണ്ട്. അങ്ങനെ ആ മിഷനിലൂടെ നമുക്ക് മിഷനിൽ എത്തിച്ചേരുവാൻ ഒരാസ്ഥാന മന്ദിരം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. കാലടി ആസ്ഥാനമാക്കി ഒരാസ്ഥാന മന്ദിരം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ അതിനു വേണ്ട ഒരു സ്ഥലം ശങ്കരാചാര്യസ്വാമികളുടെ തന്നെ ഭൂമിയിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. അതുകൊണ്ട് ജ്യോതിഷ സൂചിപ്പിച്ചതുപോലെ ശിവരാത്രിയുടെ അന്ന് മുതൽ നമ്മൾ ഒരു ശിവോഹം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തി. നമ്മൾ നടത്തുന്ന എല്ലാ ആചരണങ്ങളും ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ഒരു പ്രാർത്ഥനയായിട്ട് സമർപ്പിച്ചുകൊണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ഈ മന്ദിരം എത്രയും വരുന്ന ശിവരാത്രിക്കുള്ളിൽ അതിനു വേണ്ട സ്ഥലമെടുക്കുവാനും അതിൻ്റെ മന്ദിരത്തിൻ്റെ പ്രവർത്തനം കൺസ്ട്രക്ഷൻ തുടങ്ങുവാനും സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് അത് എല്ലാവരുടെയും മുമ്പിൽ ഒന്നുകൂടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. ഞാൻ വളരെ വിനയത്തോടു കൂടി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ സുരേഷ് പാഴൂരേട്ടനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. മാതാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് മാതാജിയുടെ ഒരു അനുഗ്രഹം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൂടെ യാചിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഞാൻ സുരേഷ് ഏട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ തുടരുക തന്നെയാണ്. ഒരു ആസ്ഥാന മന്ദിരം ആവശ്യമാണ് എന്ന ആഗ്രഹം ഓരോരുത്തരും ഈ ആദിശങ്കര കുടുംബാംഗങ്ങൾ പലരും പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സാമ്പത്തികം എന്നൊരു വാക്കിൽ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ആ പ്രാർത്ഥനകളും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ ഫലപ്രാപ്തിയിലെത്തും എന്ന പ്രതീക്ഷയുമായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരുടെയും അനുഗ്രഹവും സഹകരണവും ആശംസകളും എന്നും ഉണ്ടാവണം എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, അങ്ങയുടെ എളിയ വാക്കുകൾക്ക്. ഞാൻ വളരെ ഭക്തിയാദരവോടുകൂടി ഇന്നത്തെ ദിഗ്വിജയത്തിലേക്ക് മാതാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം വേദസാരജ്ഞസമ്പൂർണം സാക്ഷാത് ബ്രഹ്മസ്വരൂപിണം ശാന്താനന്ദഗുരും വന്ദേ സന്തതം പരമേശ്വരം. ശാന്താനന്ദഗുരും വന്ദേ
സന്തതം പരമേശ്വരം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം വാഗ് യജ്ഞേന കൽപതാ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയംഗമമായ പ്രണാമം. ആത്മസ്വരൂപികളെ, ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷമായി വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മളെയൊക്കെ നിമിത്തമാക്കിക്കൊണ്ടാണ് നടത്തപ്പെടുന്നതെങ്കിലും എല്ലാം ജഗദ്ഗുരു ആദിശങ്കര ഭഗവത് പാദരുടെ ഇച്ഛാമാത്രമായിരിക്കുന്ന പദ്ധതികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാം കേവലം ഉപകരണമായിക്കൊണ്ട് മഹത്തായ ഒരു ദൗത്യത്തിൽ സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിനായി, സംസ്ഥാപനത്തിനായി നിയോഗിക്കപ്പെട്ട ഉപകരണങ്ങളാണ്. ആദിശങ്കര ഭഗവത് പാദർക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാലാതിവർത്തിയായിരിക്കുന്ന സത്യസ്വരൂപമായി ഏവരുടെയും ഹൃദയത്തിൽ വിരാജിച്ചുകൊണ്ട് നടപ്പിലാക്കാം എന്നുള്ളത് നിയതിയുടെ നിശ്ചയമാണ്. അതുകൊണ്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഒരു ആസ്ഥാനം കഴിഞ്ഞ 4 വർഷമായി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി ഏത് രീതിയിലായാലും ശങ്കര ഭഗവത് പാദർ തന്നെ ഈ പ്രപഞ്ച സ്വരൂപത്തിന്റെ അദൃശ്യ സത്തയായിരിക്കുന്ന ആ അനന്ത വൈഭവം തന്നെ അത് സാധ്യമാക്കി തരും. അത് നമ്മളുടെ ഇച്ഛ ആണോ എന്ന് ചോദിച്ചാൽ ജഗദ്ഗുരുവിന്റെ ഇച്ഛയായിട്ട് നമുക്ക് ആ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കാം. തീർച്ചയായിട്ടും പ്രകൃതിയുടെ സർവാനുകൂല്യത്തോടു കൂടി ആ മഹത് ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയും. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇച്ഛ അദൃശ്യമായിരിക്കുന്ന അനന്ത ശക്തി വൈഭവത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ശങ്കര ഭഗവത് പാദരുടെ കൃതികൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതേപടി ഹൃദയത്തിൽ വഹിക്കുന്നതിനും അതേപടി തന്നെ പ്രചരിപ്പിക്കുന്നതിനും ബദ്ധശ്രദ്ധരായിട്ടുള്ള സാധക വൃന്ദമാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തത്വബോധം എന്ന പ്രവേശിക പ്രകരണ ഗ്രന്ഥത്തിന് ശേഷം നാം തിരഞ്ഞെടുത്തത് സാധന പഞ്ചകം എന്ന കൃതിയാണ്. സാധന എന്താണ് എന്ന് നാം കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി വിവരിക്കുകയുണ്ടായി. 2 ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് നമ്മളുടെ കൃതി മുന്നോട്ട് പോവുകയില്ല എന്ന് മാത്രമല്ല, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത് വീണ്ടും വീണ്ടും ശ്രവണം ചെയ്യുകയും ചെയ്യാം. സാധന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊന്നാണോ സാധ്യമാക്കേണ്ടത് അതിനുള്ള ഉപായം എന്നാണ്. എന്താണ് സാധ്യമാക്കേണ്ടത്? സ്വരൂപം, അതായത് അവനവന്റെ യഥാർത്ഥമായിരിക്കുന്ന രൂപം, അത് അരൂപമാണ്, ആത്മാവാണ്, പരമമായ സത്യമാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പരമമായ സാധ്യം. ആ സാധ്യത്തിനുള്ള ഉപായങ്ങളാണ് സാധന. അങ്ങനെയുള്ള ഉപായങ്ങളായിരിക്കുന്ന അനുഷ്ഠാന പദ്ധതികളെല്ലാം തന്നെ ശങ്കര ഭഗവത് പാദർ ഈ 5 ശ്ലോകങ്ങളിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതില് 40 സാധനകളുണ്ട്. ഇത് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പഠിതാക്കളെല്ലാം തന്നെ സാധകരാകാൻ ബദ്ധശ്രദ്ധരായിരിക്കുന്ന എല്ലാവരും തന്നെ ഏതൊക്കെ സാധനയാണ് ദേശികേന്ദ്രൻ നമുക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധയോടെ ശ്രവണം ചെയ്യണം. അങ്ങനെ ശ്രവണം ചെയ്യുന്നതിന് നമുക്ക്
നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ആ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാധനകളെ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകങ്ങൾ നമുക്ക് ആദ്യത്തെ 2 ശ്ലോകം ചൊല്ലാം. ചൊല്ലിയിട്ട് ഏതൊക്കെയാണോ വിശദീകരിക്കേണ്ടതെന്ന് നോക്കാം. എല്ലാവർക്കും PDF-ഉം അതിന്റെ ഓഡിയോ ക്ലിപ്പും ഇട്ട് തന്നിട്ടുണ്ട്. PDF-ന്റെ ഒരു കോപ്പി എടുത്ത് അത് ഹൃദിസ്ഥമാക്കണം. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മുഖാമുഖം ഹൃദയ സംവാദം നടത്താൻ കഴിയാത്തത് കൊണ്ട് എല്ലാവരും അതിനുത്തരം ചോദിക്കുന്നതനുസരിച്ച് അൺമ്യൂട്ട് ആക്കാതെ ഉത്തരം പറഞ്ഞുകൊണ്ട് ഹൃദയ സംവാദം എന്നോണം മുന്നോട്ട് പോകുമെങ്കിൽ വളരെ സ്പഷ്ടമായി കൂടുതൽ വ്യക്തമായി അത് ഗ്രഹിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, കുഴപ്പമില്ല. എല്ലാവരുടെയും മൈക്രോഫോൺ മ്യൂട്ടായി തന്നെ ഇരിക്കട്ടെ. എങ്കിൽ തന്നെയും ശ്രദ്ധയോടെ ചോദ്യോത്തര രീതിയാ പോകുമ്പോൾ അത് കൂടുതൽ ഗ്രഹണപടുത്വം നൽകും എന്ന് തോന്നുന്നു. എന്തായാലും വളരെ ശ്രദ്ധയോടെ വേണം നാം ഇത് ശ്രവണം ചെയ്യേണ്ടത്. വേദോ നിത്യമദീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം സംഗത്സത്സു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാ ധീയതാം സംഗത്സത്സു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാ ധീയതാം ശാന്ത്യാദി പരിചീയതാം ദൃഢതരം കർമാശു സന്ത്യജ്യതാം സദ്വിദ്വാനുപസൃപ്യതാം പ്രതിദിനം തത്പാദുകാ സേവ്യതാം ബ്രഹ്മൈകാക്ഷരമർത്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം. ഒന്നാമത്തെ ശ്ലോകം എല്ലാവർക്കും അർത്ഥം മനസ്സിലായി. രണ്ടാമത്തെ ആദ്യത്തെ 2 വരിയും നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. മൂന്നാമത്തെ വരിയില് ആദ്യത്തെ 4 സാധനകൾ പറഞ്ഞു കഴിഞ്ഞു. 8 4 12 കഴിഞ്ഞു. 13ാമത്തെ സാധന പറഞ്ഞത് സദ്വിദ്വാൻ ഉപസൃപ്യത. ആരാണ് സദ്വിദ്വാൻ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എങ്കിൽ തന്നെയും നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് ഗുരു? നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാന അന്ധകാരത്തെ, അവിദ്യയെ അകറ്റുന്നതിന് വിദ്യയെ പ്രദാനം ചെയ്ത് ജ്ഞാനപ്രകാശത്തെ അന്തരംഗത്തിൽ പ്രോജ്വലിപ്പിക്കുന്ന പരമസത്യമാണ് ഗുരു. ആ പരമസത്യം തന്നെ സദ്വിദ്വാനായിരിക്കണം. സദ്വിദ്വാനായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ജിജ്ഞാസുവായ സാധകൻ സത്യദർശിയായ ഒരു ഗുരുവിന്റെ സന്നിധിയിൽ എത്തി ചോദിച്ചു, ഗുരു, ആത്മ അനുഭവം വേണമെന്ന് താല്പര്യമുണ്ട്, അതിനെന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഗുരു അരുളാല് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ, ഗുരുവിന്റെ അനുഗ്രഹത്താൽ മാത്രമേ പ്രാപിക്കുകയുള്ളൂ, സംസിദ്ധമാവുകയുള്ളൂ. അതെയോ? അങ്ങനെയെങ്കിൽ ഈ ഗുരു അരുൾ, ഗുരു കാരുണ്യം, ഗുരു കൃപ എങ്ങനെ ലഭിക്കും? ആരാണ് ഗുരു? നമുക്ക് പല അധ്യാപകരുണ്ടല്ലോ. ഈ അധ്യാപകരും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു, പഠിച്ചതൊക്കെ മനഃപ്പാഠമാക്കി ആവർത്തിച്ച് പറഞ്ഞു തരുന്നവൻ അധ്യാപകനാണ്. പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ പഠിച്ച് മനഃപ്പാഠമാക്കി ആവർത്തിച്ച് പറഞ്ഞു തരുന്നവൻ അധ്യാപകനാണ്. എന്നാൽ പഠിച്ചതിനെ, ഗ്രഹിച്ചതിനെ
ശ്രവണം ചെയ്തതിനെ വിചാരമനനത്താൽ ധ്യാനത്തിലൂടെ അനുഭൂതമാക്കി ആ സത്യത്തിന്റെ വൈഭവത്തെ ആ സാധകന്റെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. വ്യക്തമായി സംശയങ്ങളെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നവനാണ് സദ്വിദ്വാൻ. അങ്ങനെയുള്ള സദ്വിദ്വാന്റെ പ്രതിദിനം തത്പാതുക സേവ്യത. എങ്ങനെയാണ് പാതുകം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പാതുകം ഗുരുവിന്റെ പാതാരവിന്ദങ്ങളെ താങ്ങുന്ന പാദരക്ഷയാണ്. ആ പാദരക്ഷ എങ്ങനെ ഗുരുവിനെ സേവിക്കുന്നു എന്ന് പറഞ്ഞ തത്പാതുക സേവ്യത എന്ന് പറഞ്ഞാല് പാദരക്ഷ ഗുരുവിന്റെ പാദങ്ങളെ സംരക്ഷിക്കുന്ന വേളയില് എത്രയെല്ലാം കഷ്ടതകൾ വന്നാലും ഏതെല്ലാം കല്ലിലൂടെയും ഉള്ളിലൂടെയും സഞ്ചരിച്ചാലും അതിന് പലതരത്തിലുള്ള പോറലേറ്റാലും യാതൊരു പരിഭവമില്ലാതെ തിതിക്ഷാസമ്പൂർണമായി ഗുരുവിനെ സേവിക്കുന്ന പാദുകങ്ങളെ നാം സേവിക്കണമെന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരാഹിത്യത്തിന്റെയും ശാന്ത്യാദി ഗുണങ്ങളുടെ ആവശ്യകതയെയും അതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളിലെ ത്യാഗ മനോഭാവത്തെയും വ്യക്തമാക്കി തരികയാണ് തത്പാതുക സേവ്യത. തുടർന്ന് പറയുകയാണ് ബ്രഹ്മൈക അക്ഷരമർത്ഥ്യത. പിന്നെ നമ്മൾ ഗുരുസന്നിധിയിലെത്തിയാൽ നമ്മൾ ബ്രഹ്മസത്യത്തിനു വേണ്ടി ഗുരുവിന്റെ അടുത്ത് അപേക്ഷിച്ചിരിക്കണം. ബ്രഹ്മൈകാക്ഷരമർത്ഥ്യത. ബ്രഹ്മം ആണ് സത്യം എന്നുള്ള വസ്തുത ബോധ്യമായവർ മാത്രമേ ഗുരുവിന്റെ അടുത്ത് സത്യത്തിന് വേണ്ടി യാചിക്കുകയുള്ളൂ. നമ്മൾ ഒരു സാധന ചെയ്യുമ്പോൾ നാം എന്തിനു വേണ്ടിയാണ് ഈ സാധന ചെയ്യുന്നത് എന്നറിയണം. അപ്പൊ ഇത് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന പലരും പലതരത്തിലുള്ള സാധനകൾ ചെയ്യുന്നവരാണ്. ഈ സാധനയിൽ നമ്മൾ ചെയ്യുന്ന സാധന ആദിശങ്കര ഭഗവത് പാദർ സാധനാ പഞ്ചകം എന്ന കൃതിയിലെ 40 സാധനകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്വയം വിശകലനം ചെയ്യണം. അതായത് നാം ക്ഷേത്ര ദർശനം നടത്തിയാൽ ആ ക്ഷേത്ര ദർശനം എന്തിനു വേണ്ടിയാണ്? ജപം നടത്തിയാൽ ജപം എന്തിനു വേണ്ടിയാണ്? പൂജാതി കർമ്മങ്ങൾ നടത്തിയാൽ പൂജാതി കർമ്മങ്ങൾ എന്തിനു വേണ്ടിയാണ്? സ്തോത്ര ആലാപനം നടത്തിയാൽ അത് എന്തിനു വേണ്ടിയാണ്? ഏത് ചെയ്താലും എന്തിനു വേണ്ടി, ഏത് ലക്ഷ്യമാക്കിക്കൊണ്ട്, അവിടെ നമ്മളുടെ ലക്ഷ്യത്തെ നാം തീർച്ചയായിട്ടും തിരിച്ചറിയണം. പലപ്പോഴും നാം ലക്ഷ്യം തിരിച്ചറിയാതെയാണ് സാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം അറിയത്തില്ല എങ്കിൽ നാം എവിടെ എത്തിച്ചേരും? എവിടെയും എത്തിച്ചേരുകയില്ല. നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നറിയാതിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും നമ്മളുടെ യാത്ര ശരിയാവുകയില്ല. ഒരു കഥ ഓർമ്മ വരികയാണ്. യഥാർത്ഥത്തില് ഒരു സഞ്ചാരി മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യില് വളരെ അമൂല്യമായ, മനോഹരമായ, പ്രകാശാത്മകമായ, തിളക്കമേറിയ ഒരു രത്നം ഉണ്ടായിരുന്നു. ആ രത്നത്തിന്റെ ഭംഗിയും സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട്, അതിൽ രസിച്ചുകൊണ്ട്, രമിച്ചുകൊണ്ട് ആ സഞ്ചാരി നടന്നു പോകുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ രത്നം നഷ്ടമായി. അദ്ദേഹം വളരെ നേരം അവിടെ ആ രത്നത്തിന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരുന്നു. എവിടെയൊക്കെ നോക്കിയിട്ട് മണ്ണിൽ പോയ രത്നം അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരയുന്നതിനിടയിൽ സമയം സന്ധ്യയായി, രാത്രിയായി. അദ്ദേഹത്തിന് എവിടേക്ക് പോകണമെന്നറിയില്ല. അദ്ദേഹം ക്ഷീണിതനായി, അവശനായി. അദ്ദേഹത്തിന്റെ ബുദ്ധി ഏതാണ്ട് ക്ഷീണിതമായിട്ട് എന്ത് ചിന്തിക്കണം എന്ന് പോലും അറിയാത്ത തലത്തിലെത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ അന്തരംഗം ആ രത്നത്തിനു വേണ്ടി ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ തന്നെയാണോ നമ്മളിൽ പലരും
ഇപ്പോഴും ജീവിതം നയിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരും. നാം നമ്മളുടെ ഹസ്തത്തിൽ പലതരത്തിലുള്ള രത്നങ്ങൾ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ബിരുദങ്ങള്, അധികാര സ്ഥാനങ്ങള്, പദവികള്, നമ്മളുടെ സ്വത്തുക്കള്, ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിൽ രസിച്ചുകൊണ്ട് രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയില് നാം ആരെന്ന് മറന്നുപോകും. എത്തേണ്ടത് എവിടേക്ക് പോകണമെന്ന് അറിയില്ല, എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് അറിയില്ല. തന്നിൽ നിന്നും തന്നോട് ചേർത്ത് വെച്ചിരിക്കുന്ന തന്നിൽ നിന്ന് നഷ്ടമായ ഭൗതിക സുഖഭോഗങ്ങളെ, ആഡംബര പ്രമത്തതകളെ, പദവികളെ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും ദുഃഖിതരായി അതിനുവേണ്ടി തിരഞ്ഞുകൊണ്ട് ജീവിതം തീർക്കുന്നവർ താൻ ആരാണെന്നോ തന്റെ ലക്ഷ്യസ്ഥാനം എന്തെന്നോ തിരിച്ചറിയാതെ ജീവിതം അവസാനിപ്പിക്കുകയല്ലേ. ഈ കഥ ഒരിക്കലും മറന്നു പോകരുത്. ഇതിന് കാരണം എന്താണ്? നാം ഇങ്ങനെ ജീവിക്കുന്നതിന് കാരണം എന്താണ്? നമ്മൾ എന്തുകൊണ്ടാണ് അത് മറന്നു പോകുന്നത് എന്ന് നാം സ്വയം ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തില് നാം ഒക്കെ ജീവിക്കുന്നത് വാസനാബദ്ധരായിട്ടാണ്. എങ്ങനെയാണ്? വാസനാബദ്ധരായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ നോക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ രുചിക്കുന്നത്, നമ്മളുടെ വസ്ത്രധാരണ എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും വാസന ഗുപ്തരൂപത്തില്, സൂക്ഷ്മ രൂപത്തില് നമ്മളുടെ ചേഷ്ടകളിൽ അനുപ്രവേശിച്ചിട്ടുണ്ട്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നാം ജനിച്ചു വീണ അന്ന് മുതൽ നമ്മൾ പലതരത്തിലുള്ള കണ്ടീഷനിങ്ങിലാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരുപത്തെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് പാരന്റ് കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്നത് സൈക്കോളജിയുടെ ഭാഗമാണ്. എന്തായാലും അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ജനിച്ചു വീണ നാൾ മുതൽ നമ്മളോട് പറയും, നിങ്ങൾ ഇന്ന പേരോട് കൂടിയവനാണ്. കൃഷ്ണ, ശാലിനി, രാധേ ഇങ്ങനെ വിളിക്കുമ്പോൾ കുട്ടിക്ക് ആദ്യം അറിയില്ല രാധയാണോ. വീണ്ടും പറയും രാധ, ഇങ്ങോട്ട് നോക്കൂ. കണ്ണാടിയിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും, നീ രാധയാണ്. കുട്ടികൾ വരുമ്പോ മോളുടെ പേരെന്താ? മോൾക്ക് പറയാൻ അറിയില്ല. മോളെ പറയൂ രാധ. ഇങ്ങനെ രാധ എന്നുള്ള പേര് മോള് വിചാരിക്കും മോള് രാധയാണ്. ഇങ്ങനെ തന്റെ പേരും ദേഹവും തമ്മിൽ സാത്മ്യാവസ്ഥയെ ചെറുപ്പത്തിലെ നാം അടിച്ചേൽപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ദേഹബദ്ധമായ വാസന നമ്മളിൽ ചെറുപ്പം മുതലേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താൻ രാധയാണെന്ന് പറയുന്നു. അങ്ങനെ രാധ എന്ന പേര് വളർന്നു വളർന്നു വളർന്ന് ഓരോ തരത്തിലും സകല സ്വഭാവത്തിലും, കാരണം നാം ആവർത്തിച്ച് ചെയ്യുന്നത് എന്തോ അത് നമ്മളുടെ അടുത്ത ശീലമായി, സ്വഭാവമായി, വാസനാ ബലമായി ഓരോരുത്തരിലും ചേർന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത് തിരിച്ചറിയുന്നില്ല. ഏതൊക്കെ കാര്യത്തിൽ തനിക്ക് വാസനയുണ്ട്. ദുഃഖം തന്റെ ശീലമായി മാറുന്നവരാണ്, ദ്വേഷം തന്റെ ശീലമായി മാറുന്നവരുണ്ട്, കോപിക്കുക എന്നുള്ളത് സഹജഭാവമായി തീരുന്നവരുണ്ട്, ഇത് സഹജഭാവമാണെന്ന് തിരിച്ചറിയാത്തവരുണ്ട്. പലതരത്തിലുള്ള പഞ്ചേന്ദ്രിയ ദ്വാര വരുന്ന അനുഭവങ്ങൾക്കും വാസന വശകരായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ നാം സ്വയം തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ അനർത്ഥ പരമ്പരയിൽ നിന്നും, ദുഃഖഭയ സങ്കുലമായിരിക്കുന്ന, ശോകബദ്ധമായിരിക്കുന്ന ഈ ജീവിത സംസാരത്തിൽ നിന്നും, ജീവിതം എന്ന് പറഞ്ഞാൽ സംസാരമാണ്, ഈ സംസാര ലാലസതകളിൽ നിന്നും മോചനം നേടാൻ ഒരിക്കലും കഴിയുകയില്ല. ഒരു കഥ പറയാം. ഒരിടത്തൊരു പട്ടാളക്കാരുണ്ടായിരുന്നു, ഇപ്പോഴത്തെ പട്ടാളക്കാരൻ, ഒരു 19 വർഷം മുമ്പുള്ള ഒരു പട്ടാളക്കാരൻ. അദ്ദേഹം പട്ടാളത്തിൽ നിന്നും റിട്ടയർ ആയി നാട്ടിലെത്തി. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു, രാജ്യത്തേക്ക് കുറെ സേവിച്ചു, എന്തായാലും അവിടുത്തെ എക്സസൈസ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. രാവിലെ എന്തായാലും നടക്കാൻ ഇറങ്ങുമ്പോൾ വീട്ടില് ഇത്രയധികം പശുക്കളെ വളർത്തി ആ പശുക്കളുടെ പാല് എല്ലാ ഗൃഹങ്ങളിലും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ജോലി അങ്ങ് സ്വീകരിച്ചേക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം, നമ്മുടെ പട്ടാളക്കാരൻ, ഒരു പാൽ വിൽപ്പനക്കാരനായി. ഇപ്പോഴത്തെ കുട്ടികളെ പോലെയല്ല, അന്നത്തെ കുട്ടികൾക്ക് നർമ്മവും കുസൃതിയും ഒക്കെ സഹജഭാവമായിരുന്നു. അവരെല്ലാറ്റിലും ഒരു ആനന്ദവും ആസ്വാദനവും ഒക്കെ കണ്ടെത്തുന്ന രീതി ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികൾക്ക് ഇദ്ദേഹത്തെ എന്തായാലും ഇന്നൊന്ന് പറ്റിക്കണം എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം രാവിലെ 6:30 പോകുമെന്നറിയാം. ഒരു വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചു നിന്നുകൊണ്ട് ഈ കുട്ടികൾ ഇദ്ദേഹത്തെ പറ്റിക്കാനായി കാത്തുനിന്നു.
അദ്ദേഹം തലയിൽ ഒരു വലിയ പാൽപാത്രവും വെച്ചുകൊണ്ട് എങ്ങനെ വരും? ആ രണ്ട് കൈയും തലയിൽ വെച്ചിരിക്കുന്ന പാൽപാത്രത്തില് പിടിച്ചിരിക്കും. ഈ മരത്തിന്റെ അടുത്തെത്തിയപ്പോഴേക്കും അതിലൊരു കുട്ടി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സ്കോട്ട് അറ്റൻഷൻ. ഇത് കേട്ടതും അദ്ദേഹം രണ്ട് കൈയും പാൽപാത്രത്തിൽ നിന്നും വിട്ട് അദ്ദേഹം അറ്റൻഷനായി. ഈ അറ്റൻഷൻ ആയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹത്തിന് പാലഭിഷേകം. ഇതുപോലെ നമ്മൾ സന്ദർഭം വരുമ്പോൾ ഏത് വാസനയാണോ ഉള്ളിലുള്ളത് അറിയാതെ സഹജമായിട്ട് ഇങ്ങനെ പുറത്തു വരും. ഇങ്ങനെ പുറത്തു വന്നാൽ ഇതിൽ നിന്നും മോചനം നേടണ്ടേ? ഞാൻ എവിടെയാണ് ഇപ്പൊ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയണ്ടേ? ഏത് കാര്യവും ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് നമ്മളുടെ ജീവിത അനുഭവങ്ങളുമായി പഞ്ചേന്ദ്രിയ ദ്വാരാ വരുന്ന സംവേദന രൂപേണയുള്ള സകല അനുഭവങ്ങളുമായും ചേർത്ത് വെച്ച് ശാന്ത്യാദി പരിചീയതാം എന്ന് നമ്മൾ ആ ശാന്ത്യാദി ഗുണങ്ങളെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടോ? ശാന്തി, ദാന്തി, അല്ലെ? ആ തുടങ്ങിയ 6 ഗുണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചു. അത് നമ്മള് വളർത്തിയെടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം, ശ്രദ്ധിക്കണം. എന്നിട്ടോ നമ്മൾ യഥാർത്ഥത്തില് എങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? താൻ ശരീരമാണോ? ശരീരമല്ല എങ്കിൽ, എന്റെ ശരീരം ഞാനല്ല എങ്കിൽ, അനന്തമായിരിക്കുന്ന ബോധമാണ് എങ്കിൽ എങ്ങനെ എനിക്കിത് തിരിച്ചറിയാം? ആത്മാവാണ് സത്യമെങ്കിൽ അത് സദ്വിദ്വാനിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഗുരുനാഥനിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ത്വം ഹി ബ്രഹ്മ. അതെനിക്കിനി ശ്രവണം ചെയ്യണം. ബ്രഹ്മ സത്യം ജഗത് മിഥ്യേത്യേവം രൂപോ വിനിശ്ചയഃ സ്വയം നിത്യാനിത്യ വസ്തു വിവേക സമുദാഹൃതഃ. നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറഞ്ഞാല് ബ്രഹ്മ സത്യം ജഗത് മിഥ്യ എന്നുള്ളതാണ്. ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ്. ഇത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ കേട്ടതിനനുസരിച്ച് കൃത്യമായിട്ട് അവബോധത്തോടുകൂടി നാം മനസ്സിലാക്കണം, എനിക്ക് വിവേകം ഉണ്ടായോ? ഉണ്ടായില്ല എങ്കിൽ ഇനി എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്? അപ്പൊ നമ്മൾ സദ്വിദ്വാൻ ഉപസൃപ്യതാം സദ്വിദ്വാനെ പ്രാപിച്ചു. പിന്നെയോ ബ്രഹ്മൈകാക്ഷരമർത്ഥ്യതാം, കൃപാവാരിധിയായിരിക്കുന്ന ഗുരുശ്രേഷ്ഠ, സത്യസ്വരൂപമായിരിക്കുന്ന പരമ്പൊരുളെ, ആ ആത്മ ചൈതന്യത്തെ എന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഗുരു സന്നിധിയില് ഈ സത്യം ശ്രവണം ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ മുതൽ സത്യ വസ്തുവില്, പരമാത്മ ചൈതന്യത്തില്, ദൈവം സർവവ്യാപിയാണ് എന്ന് ശ്രവണം ചെയ്ത സത്യത്തില് വളരെ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ഗുരുവിൽ നിന്നും വീണ്ടും ശ്രവണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധന ഉണ്ടായി സദ്ഗുരുവിനോട് അഭ്യർത്ഥിക്കണം. ബ്രഹ്മൈകാക്ഷരമർത്ഥ്യത, ബ്രഹ്മം എന്ന ഏക അക്ഷരത്തിന് വേണ്ടി, ആ അദൃശ്യവും അരൂപവുമായിരിക്കുന്ന സച്ചിദാനന്ദത്തിന് വേണ്ടി ആർദ്ധ്യത. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, പ്രണവപ്പൊരുളെ, ശ്രുതി ശിരോരത്നമേ, അരൂപ ചൈതന്യമായിരിക്കുന്ന ഗുരുശ്രേഷ്ഠ, സത്യത്തെ ഹൃദയത്തിലേക്ക് നൽകിയാലും പകർന്നു നൽകിയാലും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. നമ്മളുടെ പ്രാർത്ഥന നമ്മളുടെ വാസന ബലത്തെ ക്ഷയിപ്പിക്കും, നശിപ്പിക്കും. അതിനുവേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ശ്രദ്ധ വരണം. അതാണ് 7ാമത്തെ സാധനയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എങ്ങനെയാണ് ഗുരുവിനെ ശ്രദ്ധിക്കേണ്ടത്. ശ്രുതി ശിരോ വാക്യം സമാകർണ്യത, ശ്രുതി ശിരസാകുന്ന വാക്യം സമാകർണ്യതാം, സമ്യക്കായി, ആകർണ്യതാം, ശ്രവണം ചെയ്യാം. എങ്ങനെ? സമ്യക്കായിട്ട്. ശങ്കര ഭഗവത്പാദര് പ്രയോഗിച്ചിരിക്കുന്ന ഒരക്ഷരത്തിന് പോലും പാളിച്ച വരും. ഓരോ അക്ഷരത്തിനും അഭൗമമായ കാന്തിയുണ്ട്. ആ കാന്തി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ അലൗകിക
ശോഭയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം ഒരിക്കലും ശ്രവണം ചെയ്യരുത്. ആ അക്ഷരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണമായ സൗന്ദര്യത്തെ നെഞ്ചേറ്റാൻ പ്രാപ്യമാകും വണ്ണം നമ്മളുടെ ഹൃദയത്തെ നാം വിമലീകരിക്കണം. സത്യം ദൈവമാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിൽ ശ്രദ്ധയുണ്ടാകണം. ആ ശ്രുതി ശിരസാകുന്ന, ശ്രുതി എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, ശ്രുതി ശിരസ് എന്ന് പറഞ്ഞാൽ ആ ഉപനിഷത്താകുന്ന വേദാന്തം, ആ വേദാന്തത്തിന്റെ വാക്യം സമാകർണ്യത, സമ്യക്കായിട്ട് നാം ശ്രവണം ചെയ്യണം. അതിൽ ശ്രദ്ധയുണ്ടായിരിക്കും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ സദ്വാക്യത്തില് ഭക്തി, വിശ്വാസം. കേൾക്കുന്ന നമ്മളുടെ ഗുരുനാഥന്റെ മുഖാരവിന്ദങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്യം സത്യമാണ്. അവർക്കിവിടെ അസത്യം ജൽപ്പനം ചെയ്തിട്ട് യാതൊരു ആവശ്യവുമില്ലാത്തവരാണ് യഥാർത്ഥ സന്യാസിമാര്, യഥാർത്ഥ ഗുരുക്കന്മാര്. ലോകത്തിലെ ഏക സന്യാസി ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏക സന്യാസി ശ്രേഷ്ഠൻ എന്താ പറഞ്ഞത്? ആ ജഗദ്ഗുരുവിന്റെ ആ ഉത്തുംഗമായിരിക്കുന്ന അനുഭവ വൈശിഷ്ട്യത്തെ പ്രസ്പഷ്ടമാക്കുന്നതിന് വേണ്ടി ഏകം എന്ന് പറഞ്ഞത്. അപ്പൊ ഏക സന്യാസി ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ സത്യം സാക്ഷാത്കരിച്ച ഏക സന്യാസി ശ്രേഷ്ഠനേ ഉള്ളൂ. കാരണം സത്യം പലതില്ല. ഇപ്പൊ പല സന്യാസിമാരുണ്ടോ സത്യം സാക്ഷാത്കരിച്ചവര്? ഇല്ല. സത്യം ഒന്നേ ഉള്ളത് കൊണ്ട്, ഗുരു സാക്ഷാത് പരംബ്രഹ്മമായത് കൊണ്ട് എത്ര ഗുരുക്കന്മാര് കാണും? ഗുരു ഏകമാണ്, പരംബ്രഹ്മം ഏകമാണ്, സർവവ്യാപി ഏകമാണ്. അപ്പോൾ പല ശരീരങ്ങളിൽ കൂടി പ്രശോഭിക്കുന്നത് ഏകമായിരിക്കുന്ന, ചൈതന്യമായിരിക്കുന്ന, സദ്വിദ്വാനായിരിക്കുന്ന അരൂപ സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വാക്യങ്ങളെ സമാകർണ്യത, സമ്യക്കായിട്ട് ശ്രവണം ചെയ്യും. ശ്രദ്ധ ഉണ്ടായിരിക്കണം, അതിൽ ഭക്തി ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നെയോ ഇപ്പൊ ഇത് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ എങ്ങനെയാണ് ശ്രവണം ചെയ്യേണ്ടത്? ചിത്ത ഏകാഗ്രത ഉണ്ടായിരിക്കണം. ചിത്തത്തിന് ഏകാഗ്രത, ചിത്ത ഏകാഗ്രത. അതായത് വാസന കൊണ്ട് വേണ്ടാത്ത ചിന്തകൾ മുമ്പിലേക്ക് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരരുത്. ചില ഇപ്പൊ എല്ലാം WWW എല്ലാം പോപ്പപ്പ് ചെയ്ത് ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ കൊണ്ടുവരും. നമ്മൾക്ക് അതൊന്നും വേണ്ട. ഞാൻ വേണ്ടതൊന്നും അല്ല പറയുന്നത്, ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില്ല. നമ്മളുടെ ഉള്ളിൽ ഒരു സോഷ്യൽ മീഡിയ വേണം. നമ്മളുടെ ഉള്ളിൽ ഏകമായിരിക്കുന്ന, പരമമായിരിക്കുന്ന സത്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് മറ്റ് വാസനാപ്രേരിതമായ ചിന്തകൾ ഉദയമാകാതെ ഈ ശ്രവണം ചെയ്യുന്ന വാക്കുകളിൽ ശ്രദ്ധ, ഏകാഗ്രത അതിൽ തന്നെ നിർത്തിക്കൊണ്ട് സത്യം പരമമായിരിക്കുന്ന, അദൃശ്യമായിരിക്കുന്ന ബോധമാണ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. ശ്രദ്ധയുണ്ടായിരിക്കണം, ഏകാഗ്രത ഉണ്ടായിരിക്കണം. മൂന്നാമത് മഹത്വബുദ്ധി ഉണ്ടായിരിക്കണം. ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഗുരുവിങ്കൽ നിന്നും ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹത്വപൂർണമായ കാര്യമാണ്. അനേക ജന്മങ്ങൾ ഈ സംസാര കൂപത്തിൽ വീണ് വലഞ്ഞ ജീവനായ എനിക്ക് അതീവ സൗഭാഗ്യമാണ് ലഭ്യമായിരിക്കുന്നത്. ഈ അസുലഭമായിരിക്കുന്ന സൗഭാഗ്യത്തെ നഷ്ടമാക്കാതെ എനിക്ക് ഈ ജന്മത്തിൽ മഹത്വമേറിയ ഒരു സത്യത്തിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. ഇനിയും ഈ ശോകമോഹ ഭയ സങ്കുലമായിരിക്കുന്ന സംസാരത്തിലേക്ക് പോകാൻ അല്പം പോലും ഇച്ഛയില്ല എന്ന ദൃഢബുദ്ധിയാണ് മഹത്വബുദ്ധി. ആ മഹത്വബുദ്ധി ഉണ്ടായിരിക്കണം. ഇത് ശ്രേഷ്ഠമാണ്, ഒരു നിമിഷം പോലും ഞാൻ കളയില്ല, ഞാൻ അത് തന്നെ ചിന്തിക്കും, അത് തന്നെ പറയും, അത് തന്നെ വീണ്ടും വീണ്ടും മനനം ചെയ്യും. അങ്ങനെ പറയുമ്പോൾ, നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സയൻസിന്റെ കണ്ടുപിടുത്തം അനുസരിച്ച് സയൻസ് ഒരു തവണയുള്ള ശ്രവണത്തില് കേൾക്കുന്നതിൽ നിന്നും ഏതാണ്ട് 30% മാത്രമേ ഗ്രാസ്പ് ചെയ്യാൻ കഴിയൂ എന്ന് ഭൗതിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സത്യസ്വരൂപനായിരിക്കുന്ന ഗുരു പറയുന്നതിന്റെ സാരം മുഴുവൻ ഗ്രഹണം ചെയ്യുന്നതിനുള്ള അദൃശ്യ ശക്തി സ്വാത്മാവിൽ തന്നെ ഉണ്ട്. ആ സ്വാത്മാവിന്റെ അനന്തമായ ശക്തിയെ തിരിച്ചറിയുന്ന ഒരാൾക്ക് അത് അതേപടി ഗ്രഹണം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ആചാര്യശ്രേഷ്ഠൻ പറഞ്ഞിരിക്കുന്നത് സാരഗ്രഹണ സാമർഥ്യം ഉണ്ടായിരിക്കണം.
ഏത് കാര്യം ശ്രവണം ചെയ്താലും അതിന്റെ സാരം ഗ്രഹിക്കുന്നതിനുള്ള സമർത്ഥത, കൗശലം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കേട്ടാലോ, എത്ര കാലമായിട്ട് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക സുഖ സുവിധകള് ക്ഷണികമായിരിക്കെ, നശ്വരമായിരിക്കെ, ദുഃഖഭയ സമ്മിശ്രങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കെ അതിലൊക്കെ ബദ്ധനായി, മമത്വബദ്ധനായി ജീവിതം നയിച്ചു പോകുന്നല്ലോ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് വേണം? ദീർഘകാല സേവനം, സതു ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതോ ദൃഢഭൂമി എന്നുള്ള രീതിയിൽ ഈ പരമസത്യത്തെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തിരിച്ചറിയണം. അത് തന്നെ ബോധ്യപ്പെട്ട് കിട്ടണം. അങ്ങനെ സതു ദീർഘകാലം ഇത് തന്നെ ആവർത്തിച്ച് മനനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് പ്രയോജനം. അപ്പൊ ഏഴാമത്തതും എട്ടാമത്തതും നമ്മൾ പറഞ്ഞു. ബ്രഹ്മൈകാക്ഷരമർത്ഥ്യത, ആ ബ്രഹ്മ ഉപദേശം മാത്രത്തിന് വേണ്ടി നമ്മൾ അഭ്യർത്ഥിക്കണം. പിന്നെയോ ശ്രുതിശിരോ വാക്യം സമാകർണ്യത, ശ്രുതിശിരസാകുന്ന വേദാന്ത വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് സ്വല്പം വിശദീകരിച്ചതാണ്. എന്താണ്? ഐതരയോപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ, ബൃഹദാരണ്യത്തിലെ അഹം ബ്രഹ്മാസ്മി, ചാന്തോക്യത്തിലെ തത്വമസി, മാണ്ഡൂക്യത്തിലെ അയമാത്മാ ബ്രഹ്മ. കുഞ്ഞേ, ത്വം ഹി ബ്രഹ്മ, ത്വം തത് അസി, നീ അത് തന്നെയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി ഇതിലും നമ്മള് ആനന്ദത്തിന് വേണ്ടി നമ്മൾ ബാഹ്യ വസ്തുക്കളെ സമാശ്രയിക്കരുത് എന്നുള്ള ഉപദേശമാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ കൂടി ആചാര്യശ്രേഷ്ഠൻ പറയുന്നത്. അപ്പോഴ് ബ്രഹ്മചര്യാശ്രമത്തിൽ നമ്മൾ വേദം നിത്യം അധ്യയനം ചെയ്തു, ഗൃഹസ്ഥാശ്രമത്തിൽ കയറിയപ്പോഴത്തേക്ക് ഇതൊക്കെ അഭ്യസിച്ചു, വാനപ്രസ്ഥാശ്രമത്തില് ശ്രവണം ചെയ്യുകയാണ്. ശ്രവണം ചെയ്തതിനെ ഇനി മനനം ചെയ്യാൻ പറയുകയാണ്. ഇതുവരെ എന്താണ് പറഞ്ഞത്? സദ്വിദ്വാൻ ഉപസൃപ്യതാം, അല്ലെ? തത് പാതുക പ്രതിദിനം സേവ്യതാം, ശ്രുതിശിരോവാക്യം സമാകർണ്യതാം, ബ്രഹ്മൈകാക്ഷരം അർത്ഥ്യതാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ. ഇനി എന്താ പറയുന്നതെന്ന് നോക്കാം. ഇത്രയൊക്കെ ചെയ്ത് അത് ശ്രവണമാണ്. ഇനി മനനം പറയാം. വാക്യാർത്ഥശ്ച വിചാര്യതാ ശ്രുതിശിരോ പക്ഷ സമാശ്രീയതാ ദുസ്തർക്കാത് സുവിരമ്യതാ ശ്രുതിമതസ്തർക്കോനുസന്ധീയതാ ബ്രഹ്മാസ്മീതി വിഭാവ്യതാ അഹരഹ ഗർവ പരിത്യജ്യതാ ദേഹോഹം മതിരുച്യതാം ബുധജനൈർ വാദ പരിത്യജ്യതാ വാക്യാർത്ഥശ്ച വിചാര്യതാ ഈ വാക്യാർത്ഥങ്ങളെ വിചാരം ചെയ്യണം, മനനം ചെയ്യണം. ഇനിയിപ്പോ ശ്രവണം കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാക്യാർത്ഥങ്ങളെ വിചാരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വാക്യാർത്ഥങ്ങളെ വിചാരം ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഗുരു പറഞ്ഞു തന്നു, കുഞ്ഞേ, ത്വം ഹി ബ്രഹ്മ. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതെനിക്ക് പുറമേയുള്ള വിഷയങ്ങളിലാണല്ലോ ശ്രദ്ധ. അത് നേരത്തെ പറഞ്ഞില്ലേ വാസനാബദ്ധരാണ് എന്ന്. ഈ വാസനാബദ്ധമായിരിക്കുന്ന അന്തരംഗത്തെ വിമലീകരിക്കണം. വിമലീകരിക്കുന്നതിന് വേണ്ടി ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യണം. ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യുക എന്ന് പറഞ്ഞാല് പശു അയവിറക്കുന്നത് പോലെ ശ്രവണം ചെയ്ത കാര്യങ്ങളെ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് നാം നമ്മെ തന്നെ പഠിപ്പിക്കണം. ഈ ലോകം ക്ഷണികമാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം കാണുന്ന രീതിയിലല്ല, ഇത് അയഥാർത്ഥമാണ്, ഇതിന്റെ സ്വരൂപം ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയണം. ഞാൻ ഈ ദേഹമല്ല. അസ്ഥി, മജ്ജ, മലം, മൂത്രം, രക്തം ഇത്യാദികളുടെ സംഘാതമായിരിക്കുന്ന സ്ഥൂലദേഹം, തടിച്ചു കൊഴുത്തിരിക്കുന്ന ഈ ദേഹം ഞാനല്ല. ദേഹം നടക്കുന്നു, ദേഹം സംസാരിക്കുന്നു, ദേഹം കാണുന്നു. ദേഹത്തോട് ചേർന്നൊരു സൂക്ഷ്മ ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിന്റെ സഹായം ഇല്ലാതെയും പ്രവർത്തിക്കും. ഇതൊക്കെ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്ന പലവരും കേട്ടതാ. സ്ഥൂല ശരീരത്തിന്റെ സഹായം ഇല്ലാതെയും സ്വപ്ന രൂപേണ പ്രവർത്തിക്കും.
ഇപ്പൊ ഒരു സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരത്തില് സ്വപ്നാവസ്ഥയാണ്. സ്ഥൂല ശരീരത്തിന്റെയും സൂക്ഷ്മ ശരീരത്തിന്റെയും സഹായത്തോടു കൂടി ലഭിക്കുന്നതാണ് ജാഗ്രത അവസ്ഥ. എന്നാൽ സൂക്ഷ്മ ശരീരം മാത്രം ഉള്ളിൽ സ്പന്ദിക്കുമ്പോഴുണ്ടാകുന്നതാണ് സ്വപ്നാവസ്ഥ. സൂക്ഷ്മ ശരീരം ലയിച്ചിരിക്കുന്ന ആ നിദ്രയാണ് സുഷുപ്തി. ആ സുഷുപ്തിയില്, നിദ്രയില് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാനെന്ന ബോധം സദാ ഉള്ളതാണ്, ഉണ്ടായതല്ല. ഞാൻ ഇല്ലാതായി എന്നൊരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും വന്നു പോകുന്നതാണ്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും വന്നു പോകുന്നതാണ്, എന്നാൽ ഞാൻ വന്നു പോകുന്നതല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഇനി എങ്ങനെ വിമലീകരിക്കാം? ദൈവമേ, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരമ്പൊരുളെ, സുഖത്തിനു വേണ്ടി മായാബദ്ധമായി ഞാൻ പലതിനും വേണ്ടി ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. സർവത്ര പൂർണ്ണമായിരിക്കുന്ന വൈഭവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ നിമിഷത്തിലും സത്യത്തിന് വേണ്ടി ഇനി നമ്മളുടെ ശ്വാസത്തെ വിനിയോഗിക്കണം. മാതാജി പറയുന്നതൊക്കെ ഗൃഹസ്ഥരായിരിക്കുന്ന ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ? വ്യവഹാരത്തിൽ ബദ്ധരായിരിക്കുന്ന ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ? സ്വാർത്ഥതാബദ്ധമായ ലാഭത്തിന് വേണ്ടി ഞങ്ങൾ ജീവിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ ജീവിതം സാർത്ഥകമാകുമോ? സ്നേഹസ്വരൂപികളായിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഗുരുകൃപയാൽ ബോധ്യപ്പെടുത്തി തരാം. ഒരു കാരണവശാലും സ്വാർത്ഥതയില്ലാതെ ജീവിക്കുമെങ്കിൽ ഗംഭീരമായി സകലവിധ കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവിടെ എല്ലാം നടത്തുന്നത് ആ അദൃശ്യമായിരിക്കുന്ന ശക്തി വൈഭവം തന്നെയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ചെറുപ്പം മുതൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ആശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ ദുഃഖമാണ്. നല്ല വിദ്യാഭ്യാസം വേണം. എന്തിനാ നല്ലൊരു തൊഴിൽ കിട്ടണം. എന്തിനാ? തൊഴിൽ എത്ര സമ്പത്ത് കിട്ടിയാലും മതിയാവുന്നില്ല. തൊഴിലിലും ദുഃഖം, സമ്പത്താർജിക്കുന്നതിലും ദുഃഖം, കുടുംബത്തിലും ദുഃഖം, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അപകർഷണങ്ങൾ, അതിലങ്ങ് ആനന്ദവും. എന്നാൽ പഞ്ചസാര ഒരിക്കലും മധുരത്തിന് വേണ്ടി ആഗ്രഹിക്കില്ല. ആഗ്രഹിക്കോ? പഞ്ചസാരയുടെ സ്വരൂപം മധുരമാണ്. നമ്മളുടെ സ്വരൂപം ആനന്ദമാണ്. നമ്മളുടെ സ്വരൂപം ആനന്ദമാണെന്ന് അറിയാതെ ആനന്ദത്തിന് വേണ്ടി നാം പുറത്തേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നൊട്ട് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നുമില്ല. ഇതെന്തൊരു കഷ്ടാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറമേ നിന്ന് സുഖം നമ്മിലേക്ക് വരുമെന്ന് തെറ്റായി ധരിച്ചുകൊണ്ട് വ്യക്തികളെ ആശ്രയിക്കുക. യഥാർത്ഥത്തിൽ നാം എവിടെയാ ജീവിക്കുന്നത് എപ്പോഴും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞു. നാം നമ്മളുടെ ചിന്തകളിലാ ജീവിക്കുന്നത്, കൊട്ടാരങ്ങളിലല്ല ജീവിക്കുന്നത്. ആണോ? അല്ല. ഒരിക്കലും മറന്നു പോകരുത്. മന്ത്രം പോലെ ഇത് ഓർത്തിരിക്കണം. നാം എവിടെയാണ് ജീവിക്കുന്നത്? We are not living in palacious mansions. We are living in our thoughts. നമ്മളുടെ സ്വന്തം ചിന്തകളിലാണ് നമ്മൾ ജീവിക്കുന്നത്, വേറെ എങ്ങുമല്ല. നമ്മൾ ദുഃഖിയാകുന്നത് ചിന്തകൾക്കനുസരിച്ച്, സുഖിയാകുന്നത് ചിന്തകൾക്കനുസരിച്ച്. വ്യക്തികളിൽ നിന്ന് ആനന്ദം നമ്മളിലേക്ക് വരുമോ? വസ്തുക്കളിൽ നിന്ന് ആനന്ദം നമ്മളിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. നമ്മൾ അനുകൂലം എന്ന് വിചാരിച്ച് സുഖിക്കുന്നു, പ്രതികൂലം എന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നു. ചിന്ത നമ്മെ ദുഃഖിപ്പിക്കുന്നു. ചിന്ത തന്നെയാണ് ദുഃഖിപ്പിക്കുന്നത്, ചിന്ത തന്നെയാണ് സുഖിപ്പിക്കുന്നത്. മന്ത്രം പോലെ ആവർത്തിച്ചുരുക്കഴിച്ച് ചിന്തയ്ക്ക് അപ്പുറം പോകാനുള്ള ആന്തരിക ശക്തി നാം സമാർജിക്കണം. ആന്തരിക ശക്തി സമാർജിക്കണം. അതാണ് ഈ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലേ അല്ല. നമ്മളുടെ കണ്ണ് കാട്ടിത്തരുന്നത് സത്യമല്ല, കാത് കേൾപ്പിച്ചു തരുന്നത് സത്യമല്ല. പഞ്ചേന്ദ്രിയ ദ്വാരമുള്ള ബുദ്ധിയാദികളുടെ ഒരനുഭവവും നാം കാണുന്ന രീതിയിലല്ല. എത്ര കൃത്യമായി ജഗദ്ഗുരു നമ്മളുടെ ഹൃദയാന്തരങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ അനുപമമായ ദയാവായ്പോടുകൂടി ഉപദേശിക്കുന്ന ഈ ഉപദേശത്തെ നമുക്ക് ശ്രവണം ചെയ്തുകൂടെ? വിശ്വസിച്ചുകൂടെ? ഭക്തിയോടുകൂടി അതിനെ സ്വീകരിച്ചുകൂടെ? സ്വാംശീകരിച്ചുകൂടെ? ഇതൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതല്ല, നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എനിക്ക് സ്വാംശീകരിച്ചുകൂടെ? ഞാൻ എന്തിനാണ് ആശിക്കുന്നത്? ഒരു കഥ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തമായ ഒരു കഥ. അത് സൂചി തേടുന്ന വൃദ്ധയുടെ കഥ. ഒരു ദിവസം ഒരു വൃദ്ധ തന്റെ വീടിന് മുമ്പിലുള്ള തെരുവ് വിളക്കിന്റെ കീഴില്
എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കൊണ്ടുകൊണ്ട് ഒരു പയ്യൻ, ഒരു ബാലൻ അവിടേക്ക് വന്ന് ചോദിച്ചു, അമ്മ എന്താണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ എന്റെ സൂചി ഇവിടെ വീണ് അത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ? സൂചി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞേ. അപ്പോൾ ചോദിച്ചു, സൂചി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്? അതെ കുഞ്ഞെ. ഇതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയില് മറ്റ് 3-4 യുവാക്കൾ കൂടി അവിടേക്ക് എത്തും. അവരെല്ലാവരും അവരോടൊപ്പം ചേർന്ന് സൂചി തരാൻ തുടങ്ങി. സൂചി തെരഞ്ഞ് എല്ലാവരും കുറച്ച് ക്ഷീണിതമായപ്പോൾ ഒരാൾ ചോദിച്ചു, അമ്മയുടെ സൂചി എവിടെയാണ് വീണത്? എവിടെ ഇരുന്നാണ് അമ്മ തുന്നൽ നടത്തിക്കൊണ്ടിരുന്നത്? അത് ഞാൻ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ടാണ് തുന്നൽ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് തുന്നിക്കൊണ്ടിരുന്നത്. അവിടെ ഇരുന്ന് തുണി തുന്നിയാൽ സൂചി അവിടെയല്ലേ നഷ്ടമായത്? ഇവിടെ എന്തിനാണ് അമ്മ തിരയുന്നത്? മോനെ, അവിടെ വെളിച്ചമില്ല, ഇവിടെ വെളിച്ചമുണ്ട്. ഇതുപോലെയാണ്, അവിടെ വെളിച്ചമില്ല, ഇവിടെ വെളിച്ചമുണ്ട്. ഇതുപോലെ ചിന്തകളാൽ ബദ്ധരായിരിക്കുന്ന ഓരോരുത്തരുടെയും അന്ധകാരമയമായിരിക്കുന്ന ഉള്ളില് ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നതിനാൽ അന്തരാത്മ പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാ വിചാരിച്ചു, ആട്ടെ പുറത്തു പോയി തേടിയിട്ട് വരാം. ഈ സൂചി തേടിയ വൃദ്ധയുടെ രീതിയിലാണ് പുറത്ത് സുഖത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറന്നുപോയിരുന്ന ഈ കഥ. എപ്പോഴും പുറത്തേക്ക് പോകുമ്പോ, ഇവിടെ സൂചി തേടിയ വൃദ്ധയാണോ ഞാൻ? സൂചി തേടുന്ന വൃദ്ധയാണോ ഞാൻ എന്ന് സ്വയം തന്നോട് ചോദിച്ചു നോക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലാകും, ഇനിയും ഞാൻ എന്റെ സമയത്തെ വൃഥാവിൽ കളയാൻ പാടില്ല, എനിക്ക് പരമമായ സത്യത്തെ ഇനി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദൃഗ്ദൃശ്യ വിവേകത്തിന് കരുത്തുള്ളവരായി നാം ഓരോരുത്തരും പരിണമിക്കും. അങ്ങനെ ചിന്തിക്കും. ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും വന്ന് പോയി മറയുന്ന അനുഭവ ദശകളാണ്. ജാഗ്രത അവസ്ഥ വരും, പോകും. സ്വപ്നാവസ്ഥ വരും, പോകും. സുഷുപ്തി അവസ്ഥ വരും, പോകും. ഞാൻ മാറുന്നില്ലല്ലോ. മാറുന്നുണ്ടോ? ശരീരത്തിന് മുമ്പേ ഞാൻ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ എന്ന് വന്നിട്ടല്ലേ ശരീരം എന്നുള്ള അനുഭവം വരുന്നത്. ഞാൻ എന്ന് വന്നതിന് ശേഷമാണ് ശരീരമുണ്ട് എന്നുള്ള അനുഭവം വരുന്നത്. അപ്പൊ ഞാൻ എന്ന ജീവാഹന്തയ്ക്ക് പോലും എഴുമ്പേറ്റം ഉണ്ടാകുന്നത് ദേഹോഹംബദ്ധമായിട്ടാണ്. എങ്കിലും ആ ഞാൻ എന്ന ചിന്ത ദേഹോഹത്തിന് മുമ്പേ അവിടെയുണ്ട്. കാരണം ദേഹബദ്ധനാകുന്നതിന് മുമ്പേ ഞാനെന്ന ആ ബോധത്തിന്റെ വ്യാപ്തിയിലാണ് ജാഗ്രത വന്നു പോകുന്നത്, സ്വപ്നം വന്നു പോകുന്നത്, ഞാൻ സുഖമായി ഉറങ്ങി എന്ന നിദ്രയും വന്നു പോകുന്നത്. അപ്പൊ വന്നു പോകുന്നതിൽ വന്നു പോകാതെ ഇരിക്കുന്ന നിരന്തര ചൈതന്യമായിരിക്കുന്ന ആദ്യന്തരഹിത ബോധവ്യാപ്തി അങ്ങനെയുണ്ട്. അത് നമ്മുടെ സ്വരൂപമാണ്. ആ സ്വരൂപത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടതായിട്ട്. അങ്ങനെ കൊണ്ടുപോയതിനു ശേഷം നോക്കൂ, ഞാൻ എന്ന ശബ്ദവും വരുന്നതാണ്. അതൊരു വൃത്തിയാണ്, അതൊരു വൃത്തിപ്പെടലാണ്. അങ്ങനെയെങ്കിൽ ആ വൃത്തിക്ക് ആധാരമായിരിക്കുന്ന വൃത്തിരഹിത ചൈതന്യത്തിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ ആ ശ്രദ്ധയും വൃത്തിരഹിത ബോധസത്തയും ഒന്നായി അഭേദമായി അനുഭവജ്ഞാനമായി തീരുന്നതിന് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്ക് ആധാരഭൂതമായിരിക്കുന്ന സ്വരൂപത്തിലേക്ക് ശ്രദ്ധ സ്വയമേവ ഭവിക്കുമ്പോൾ ആ ഞാനെന്ന വൃത്തിപ്പെടലും ആ ഞാനെന്ന ബ്രഹ്മാകാര വൃത്തിയും അകന്ന് ബ്രഹ്മം സ്വസ്വരൂപമായി പ്രശോഭിക്കും. ആ അനുഭവത്തിലേക്കാണ് നമുക്ക് ഓരോരുത്തർക്കും ഉയരേണ്ടത്. അതിനുവേണ്ടി നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് വിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യം ഓരോന്നും ആവർത്തിച്ച് വിചിന്തനം ചെയ്യുക എന്നുള്ളത്. ഏതൊക്കെ ആവർത്തിച്ച് വിചിന്തനം ചെയ്യണം? എന്റെ ചിന്ത ഞാനല്ല, എന്റെ വാക്ക് ഞാനല്ല, എന്റെ വികാരങ്ങൾ ഞാനല്ല എന്ന് പറഞ്ഞ് നമ്മൾ ശരിയാവണ്ണം വ്യവഹാര തലത്തിലിരുന്നു കൊണ്ട് ഗൃഹസ്ഥനായിരിക്കുന്ന ഞാൻ എന്നെ എങ്ങനെ വിപുലീകരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ഒക്കെ പ്രാവർത്തികമാക്കണം. എങ്ങനെ? കർത്തൃത്വനാശായ ച കർമ്മയോഗഃ, കർത്തൃത്വനാശായ ച കർമ്മയോഗഃ, വിഭക്തിനാശായ ച
ഭക്തിയോഗഃ അജ്ഞാനനാശായ ച ജ്ഞാനയോഗഃ അബോധനാശായ ച ബോധയോഗഃ കർത്തൃത്വനാശായ ച കർമ്മയോഗഃ. കർത്തൃത്വം. ഇപ്പൊ നമ്മൾ വിചാരിക്കും, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ധരിച്ചുകൊള്ളൂ, ഞാൻ പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ അജ്ഞാനിയാണ്. ഞാൻ പറയുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ അജ്ഞാനിയാണ്. നിങ്ങൾ കേൾക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അജ്ഞാനികളാണ്. യാതൊരു സംശയമില്ല. ആ അദൃശ്യ ശക്തിയുടെ വൈഭവം മനോബുദ്ധീന്ദ്രിയാദികളെ പ്രകാശാത്മകമാക്കിക്കൊണ്ട് ഒരേപോലെ പ്രഭാപൂരിതമായി വിരാജിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്തൃത്വം ഇല്ലാതെ ചെയ്യുക. എന്ത് ചെയ്താലും, അത് ഏത് സമയത്തും, അത് അടുക്കളയിൽ പാചകം ചെയ്താലും, ക്ലാസ് കേട്ടുകൊണ്ടിരുന്നാലും, വായിച്ചുകൊണ്ടിരുന്നാലും, അല്ല സഞ്ചരിച്ചുകൊണ്ടിരുന്നാലും, മറ്റ് വ്യാവഹാരിക കർമ്മങ്ങൾ ഒഫീഷ്യൽ വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ അദൃശ്യമായിരിക്കുന്ന അന്തരാത്മാവിന്റെ ആ അഭൗമമായ കാന്തി ഒരേപോലെ പ്രസരിച്ചുകൊണ്ട് ആ വർക്കുകൾ നടക്കുന്നു എന്നറിയുമ്പോൾ അവിടെ കർത്തൃത്വത്തിന് പ്രാബല്യമില്ലാതായിത്തീരും. അവിടെ കർത്തൃത്വ നാശം വരും. അതുകൊണ്ടാ പറഞ്ഞത് കർമ്മണ്യേവത്തു അധികാരഃ. കുഞ്ഞേ, നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ. എന്റെ കർമ്മ ഇനി എന്തായിത്തീരും? എന്തെങ്കിലും ആയിത്തീരട്ടെ, എന്തെങ്കിലും ആയിത്തീരട്ടെ. അത് നമ്മളുടെ കാര്യമല്ല. കാരണം ആ കർമ്മത്തിലാണ് അതിന്റെ കർമ്മഫലം ഒളിപ്പിച്ചിരിക്കുന്നത്. കർമ്മം അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്ന് ഞാൻ എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയത്തില്ല. ഗഹനാ കർമ്മണോഗതി എന്നാരംഭിച്ചതാ ആർക്ക് പറയാൻ പറ്റും? എത്രയോ ജന്മങ്ങളായ കർമ്മങ്ങളുടെ വാസനാബലത്തിന്റെ ഒരു തള്ളലാണ് ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഇതിത്ര പേരാണോ ശ്രവണം ചെയ്യുന്നത്? ശ്രദ്ധയോടുകൂടി ശ്രവണം ചെയ്യുന്നവരാണ്. തരതമ ഭേദം അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും ശ്രവണപടുത്വം, അല്ലേ? ആ ശ്രവണപടുത്തവും വാസനാബലത്താലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർ എങ്ങനെ ശ്രവണം ചെയ്യുന്നു എന്ന് പോലും നിശ്ചയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ജന്മശതങ്ങൾ പൊടിച്ചൊരബോധം നിങ്ങളെയുന്തുന്നു, വീണ്ടും മുന്നോട്ടുന്തുന്നു. ജന്മശതങ്ങൾ പൊടിച്ചൊരബോധം. എന്റെ കുഞ്ഞേ, നീ കോടി കോടി ജന്മങ്ങളിലായി ആർജിച്ചു വെച്ചിരിക്കുന്ന നിന്റെ പുണ്യവും പാപവും അത് നിന്നെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോ ചെയ്യുന്ന കർമ്മത്തിൽ കർമ്മഫലം ഒരു നെല്ലിക്കയിൽ എങ്ങനെ കുരു ഒളിച്ചിരിക്കുന്നുവോ അതുപോലെ നിന്റെ കർമ്മത്തിലെല്ലാം പുണ്യവും പാപവും അടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വെച്ചിട്ട് നിനക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് സത്യത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യാം. കർമ്മഫലത്തെയോ അല്ലെങ്കിൽ ഞാനാ ചെയ്യുന്നുള്ള കർത്തൃത്വ ബോധത്തെയോ ഇല്ലാതെ കർമ്മം ചെയ്യും കുഞ്ഞേ. അതാണ് കർമ്മയോഗം. കർത്തൃത്വനാശായ ആ ആത്മചേതനയുടെ വൈഭവത്തിലാണ് എല്ലാം പ്രശോഭിക്കുന്നത്. അതറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുന്ന കർമ്മയോഗം. ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്ത് വേണം? കൗന്ദേയ അഭ്യാസേന. പ്രാക്ടീസ് ചെയ്യാതെ പറ്റത്തില്ല. രാധേ രാധേ എന്ന് വിളിച്ചപ്പോ കുഞ്ഞ് രാധ ഞാനാണെന്ന്, ദേഹമാണ് ഞാൻ, ദേഹമാണ് ഞാൻ, രാധയാണെന്ന് വിചാരിച്ചാൽ മറന്നു പോകരുത്. അതുപോലെ വാസനാബദ്ധരായിരിക്കുന്ന ഓരോരുത്തരും എന്ത് വേണം? ഇത് അഭ്യസിക്കണം. അഭ്യസിച്ചാൽ കർമ്മയോഗ സാധ്യം. പിന്നെയോ വിഭക്തിനാശായ ച ഭക്തിയോഗ. മലയാളത്തിലെ വിഭക്തി, സംസ്കൃതത്തിലെ വിഭക്തി ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് വിഭക്തി? നിപ്രസ, ഉപ്രസ, അങ്ങനെയാണ് മലയാളത്തിൽ കുഞ്ഞിലെ പഠിച്ചതല്ലേ? അല്ലെ വ്യാകരണം അല്ലേ? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംബന്ധിക, പ്രയോജിക എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അത് ഞാന്, എന്റെ, എനിക്ക്, എന്നാൽ, ഞാൻ, എന്നെ, എനിക്ക്, എന്നാൽ, എന്റേത്, എന്റെ കൂടെ. വിഭക്തി ഒക്കെ അങ്ങ് കളയണം. മമത്വം ഒക്കെ അങ്ങ് കളയണം. ഞാൻ, എനിക്ക്, എന്റെ, എന്നെ, എന്നുടേത്, എന്നാൽ എന്ന് പറഞ്ഞ് ഞാൻ ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം കളഞ്ഞു സർവ്വതും ഭഗവാനാ. അതാണ് ആത്മാനുസന്ധാനമായിരിക്കുന്ന ഭക്തി. അവിടെ വിഭക്തി മുഴുവൻ നശിച്ചു പോകും. വിഭക്തി നാശാചയ ഭക്തിയോഗ. വിഭക്തിനാശായ ച ഭക്തിയോഗ. അജ്ഞാനനാശായ ച ജ്ഞാനയോഗ. ജ്ഞാനയോഗം കിട്ടണമോ? വിചാരമാർഗത്താല് അജ്ഞാനം ഉള്ളിൽ നിന്ന് മറന്നു പോകണം, അകന്നു പോകണം. ഞാൻ ശരീരമാണ്. അപ്പൊ നടക്കുമ്പോഴ് ഞാൻ നടക്കുന്നു, ശരീരം നടക്കും.
കേൾക്കുമ്പോൾ ഞാൻ നടക്കുന്നു, ശരീരം കേൾക്കുന്നു. ഞാൻ ആരാണ്? ജാഗ്രത സ്വപ്ന സുഷുപ്തിക്കും ആധാരഭൂതമായിരിക്കുന്ന അഭൗമ തേജസ്, ആദ്യന്തരഹിതമായിരിക്കുന്ന ചൈതന്യം, അഖണ്ഡ സത്ത. അപ്പൊ അത് ആവർത്തിച്ച് വിചാരം ചെയ്ത് മനനം ചെയ്ത് അജ്ഞാനത്തെയും മനസ്സിനെയും വാസനയെയും അകറ്റുന്നതാണ് ജ്ഞാനയോഗം. പിന്നെയോ അബോധനാശായ ബോധയോഗ. ആ ബോധയോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവർത്തിച്ച് വിചാരം ചെയ്ത് ജ്ഞാനയോഗം സ്വാംശീകരിച്ചു കഴിയുമ്പോൾ കർമ്മയോഗത്തിലൂടെ, ഭക്തിയോഗത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ അബോധനാശം വരും. ഏത്? ജന്മശതങ്ങളായി ചേർത്ത് വെച്ചിരിക്കുന്ന വാസനകളുടെ സമ്പൂർണമായ ഭസ്മീകരണം. ആ ഭസ്മീകരണത്താല് സ്വാത്മവിമലീകരണത്താല് എന്താണ് സംഭവിക്കുന്നത്? അബോധനാശം, വാസനാക്ഷയ മനോനാശം. വാസനാക്ഷയ മനോനാശത്താൽ എന്താ സംഭവിക്കുക? ജീവഭാവത്തിന്റെ മുക്തി. ജീവഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരയാണ്. ജീവഭാവം എന്ന് പറഞ്ഞാല് തിരയാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. ജീവഭാവം അഥവാ തിര സമുദ്രമാണ്, ആയ ആത്മാവാണ്. ജീവഭാവമായിരിക്കുന്ന തിര സമുദ്രമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന സമുദ്രമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ തിരയും ജലവും ഒന്നാണെന്ന് അറിയണം. തിര അതിന്റെ അധിഷ്ഠാനമായിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? എങ്ങനെ തിര അതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ജലമായിരിക്കുന്ന സമുദ്രം തന്നെയാണ് എന്ന് എങ്ങനെ അവബോധപൂർവം തിരിച്ചറിയുന്നുവോ അതുപോലെ ജീവഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ജീവഭാവം ഇല്ലേ, അത് മുഴുവൻ അതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ആത്മചൈതന്യം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അബോധനാശം സംഭവിക്കും. എന്ന് ബോധ്യപ്പെടുമ്പോൾ അബോധനാശം സംഭവിക്കും. അങ്ങനെ ആ അബോധനാശത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വാക്യാർത്ഥശ്ച വിചാര്യത. വാക്യാർത്ഥത്തെ വിചാരം ചെയ്തുകൊണ്ട് കർമ്മ, ഭക്തി, ജ്ഞാന യോഗാദികളിലൂടെ ബോധയോഗത്തിലേക്ക്, ബ്രഹ്മ അനുഭവത്തിലേക്ക്, സ്വരൂപ അനുഭൂതിയിലേക്ക് പ്രവേശിക്കണം. വളരെ സുലളിതമായ കാര്യമാണ്. ഒരു കൃപയാൽ മാത്രം സംസിദ്ധമാകുന്ന കാര്യമാണ്. ലക്ഷ്യപ്രാപ്തിയെക്കുറിച്ച് അവബോധമുള്ളവർക്ക് മാത്രം സംസിദ്ധമാകുന്ന കാര്യമാണ്. വിവേകികളായ പുണ്യവാന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന കാര്യമാണ്. അരനിമിഷം പോലും അവിവേകത്താൽ ജീവിക്കയില്ല എന്ന് സുദൃഢ നിശ്ചയം ചെയ്യുന്നവർക്കുള്ള കാര്യമാണ്. തന്റെ ജീവിതം നഷ്ടമാക്കാനുള്ളതല്ല എന്ന് ബോധപൂർവം തിരിച്ചറിയുന്നവർക്കുള്ള കാര്യമാണ്. അങ്ങനെ ഈ സാധന പഞ്ചകം ശ്രവണം ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഹൃദിസ്ഥമാക്കി ഈ സാധനകളെ അഭ്യസിക്കുന്നവരായി ആദിശങ്കര ഫൗണ്ടേഷനിലെ എല്ലാ കുടുംബാംഗങ്ങളും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവരാത്രിയില് ചൈതന്യവത്തായ ദൃഢവ്രതം എടുത്തിരിക്കുന്ന നാം എല്ലാവരും ആ ശങ്കര ഭഗവത് പാദർക്ക് ഒരു ആസ്ഥാന കേന്ദ്രം എന്ന് തന്നെ നമ്മൾ പറഞ്ഞാൽ മതി. ശങ്കര ഭഗവത് പാദർക്ക് വേണ്ടിയാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം ശങ്കര ഭഗവത് പാദരുടെ ദാർശനിക പ്രചരണാർത്ഥമാണ്. സ്വാത്മമുക്തിക്ക് വേണ്ടിയാണ്. പരപ്രയോജനകരമായി ജീവിതത്തെ വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ്. മാനവരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ലോകത്തിന്റെ ശ്രേയസ്സിന് വേണ്ടിയാണ്. നന്മയ്ക്ക് വേണ്ടിയാണ്. ലോകക്ഷേമത്തിന് പ്രയോജകീഭവിക്കുന്ന ഈ നിസ്വാർത്ഥ കർമ്മം അതിന്റെ പരിപൂർണതയിൽ എത്തുന്നതിന് വേണ്ടി സാധന പഞ്ചകത്തെ നെഞ്ചേറ്റിക്കൊണ്ട് അത് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഓരോ സാധകരും എല്ലാ ദിവസവും ആ നിസ്വാർത്ഥ ജീവിതത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധരാകാം. നമ്മളുടെ നിരുപാധികമായ ആ അനുഗ്രഹ കടാക്ഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിസ്വാർത്ഥ ലക്ഷ്യപ്രാപ്തിയെ ആചാര്യ ഭഗവത് പാദർ
ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ നടത്തിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം സംവദിച്ചു കൊണ്ടിരുന്ന ഈ വാക്കുകൾ അലൗകിക സിദ്ധ സ്വരൂപനായിരിക്കുന്ന ശങ്കര ഭഗവത്പാദരുടെ പാതാരവിന്ദങ്ങളിൽ അദൃശ്യവും അരൂപവുമായിരിക്കുന്ന സത്യസ്വരൂപം പ്രത്യക്ഷ ബ്രഹ്മമായി ശരീരസഹിതമായി വിരാജിക്കുന്ന ആ പരംപൊരുളായിരിക്കുന്ന എന്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമിജിയുടെ തൃച്ചേവടികളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകക്ഷേമാർത്ഥം പ്രവർത്തിക്കുന്ന ആത്മസ്വരൂപികളായിരിക്കുന്ന ഏവർക്കും പ്രണാമ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഓ വാഗ്യജ്ഞേന കൽപ്പതാ വളരെ സന്തോഷം മാതാജി. മാതാജിയുടെ ഓരോ വാക്കുകളും ഒരു കുളിർമഴ പോലെയാണ് ഇന്നിവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലുകളിലേക്കും എത്തിയത്. നല്ലൊരു സായാഹ്നം സമ്മാനിച്ചതിന് വളരെയധികം നന്ദി. എത്രയധികം അർത്ഥവത്തായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് മാതാജിയുടെ അർത്ഥങ്ങളിൽ നിന്ന് വരുന്നതെന്നുള്ളത് ആലോചിച്ചിരിക്കുകയായിരുന്നു. വളരെ സന്തോഷം. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയാനൊരു കാര്യം, നമ്മളിന്ന് 30ാമത്തെ സെഷനാണ് ഇന്ന് നടക്കുന്നത്. അതായത് 2.5 വർഷമായിട്ട് 30 മാസങ്ങളായി നമ്മുടെ ഈ പരിപാടി നടന്നു വരുന്നു. അത് ഞാൻ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, അത് വിട്ടുപോയതാണ്. എന്തായാലും വളരെ സന്തോഷം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു 2 മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക ദയവായി. ഹലോ മാതാജി, സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടൊരു കാര്യം പറയുകയാണ് മാതാജി. മാതാജി വീണ്ടും എന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഗുരുവിനെക്കുറിച്ചും അധ്യാപനെക്കുറിച്ചുമുള്ള മാതാജി ഇത്ര സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ഞാൻ ഗുരുവിനെക്കുറിച്ച് ധരിച്ചിരുന്നത് സംശയങ്ങൾ വരുന്നിടത്തേക്ക് സംശയം ഉണ്ടാകുന്നതിൻ്റെ സോഴ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഉന്മൂലനാശം ചെയ്യുന്നവൻ ഗുരുവാണെന്നും, സംശയം ചോദിക്കുന്നത് സംശയത്തെ മാത്രം ഇല്ലാതാക്കുന്നവൻ അധ്യാപകനൊന്നുമായിരുന്നു. അത് മാതാജി വളരെ സരളമായിട്ട് മലയാളത്തിലത് ഉപയോഗിച്ച് അതെന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. രണ്ടാമത്തെ കാര്യം ഒരു കുസൃതിയാണ്, അത് കാര്യമായിട്ട് എടുക്കേണ്ടത്. അത് മുല്ല നസ്രുദ്ദീൻ്റെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പോയി സൂചി തപ്പുന്നത് മാതാജി ഒരു അമ്മമ്മയുടെ കഥയാക്കി എന്നുള്ളതാണ്. അതൊരു കുസൃതിയാണ്. എന്തായാലും അമ്പരപ്പിച്ച് കളഞ്ഞു. ഇതന്നെ 10-15 വർഷം മുമ്പ് കരുനാഗപ്പള്ളി ആശ്രമത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അത് ഓർമ്മിപ്പിച്ചു പോയി. അതുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം മാതാജി. നമസ്തേ മാതാജി. നമസ്തേ ഉഷ. നമ്മളിപ്പം 18 ഉപദേശങ്ങളാണ് മാതാജി ഇപ്പൊ കഴിഞ്ഞത്. നമ്മുടെ ഓരോ ശ്ലോകവും 5-8 സാധനങ്ങളാണ്. 1ാമത്തെ ശ്ലോകത്തില് 8 സാധന കഴിഞ്ഞു. 2ാമത്തെ ശ്ലോകത്തില് 8 സാധന കഴിഞ്ഞു. 16 എണ്ണം കഴിഞ്ഞു. ഇത് 3ാമത്തെ ശ്ലോകത്തിലെ 1ാമത്തെ സാധന വാക്യാർത്ഥസ്യ വിചാരിത. അങ്ങനെ 17 സാധനകൾ കഴിഞ്ഞു. 23 സാധനകൾ കൂടി ബാക്കിയുണ്ട്. നമ്മള് തത്വബോധ പ്രകരണം വളരെ വിശദമായിട്ട് മാതാജി പറഞ്ഞു തന്നിരുന്നത് കൊണ്ട് സാധനാപഞ്ചകം കേൾക്കുമ്പം മാതാജി ഇപ്പൊ പറഞ്ഞു ഞാൻ കേൾക്കുന്നു എന്നുള്ള ഭാവം വേണ്ട എന്ന് പറഞ്ഞു. എങ്കിൽ തന്നെ കേൾക്കുമ്പം കുറച്ചും കൂടെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വളരെ സരളമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് കുറച്ചും കൂടെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഗുരു, അധ്യാപകൻ, ആചാര്യൻ ഇതിൻ്റെയൊക്കെ അർത്ഥവ്യത്യാസം എന്താണെന്ന് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. ഇതെല്ലാം ഒരു വാക്കിന്റെ പര്യായപദം പോലാണ് ഞാൻ ഇതുവരെയും കണ്ടിരുന്നത്. അപ്പൊ ഗുരു ആരാണ്, അധ്യാപകൻ ആരാണ്, ആചാര്യൻ ആരാണ് എന്നുള്ള ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഈ 40 ഉപദേശങ്ങളും കഴിയുമ്പോഴത്തേക്ക് തത്വബോധ പ്രകരണം നമ്മൾ പറഞ്ഞു തന്നതുപോലെ
കുറച്ചും കൂടെ അതിനെക്കുറിച്ച് തന്നെ കുറച്ചും കൂടെ ഗ്രഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. മാതാജിയുടെ അനുഗ്രഹം. പിന്നെ നമ്മുടെ കാലടിയിലെ ശങ്കര ഭഗവത്പാദർക്ക് സ്വാമിജിയുടെ സങ്കല്പത്തില് ഭൂമി വാങ്ങുന്നതിന് മാതാജിയുടെ ആദ്യം ഞാൻ ഈ കാര്യം മാതാജിയോട് തന്നെ സൂചിപ്പിക്കുന്നത്. മാതാജിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് എനിക്ക് മനസ്സിന് ധൈര്യം തന്നതും ഇത് നടക്കും. സങ്കല്പങ്ങള് നല്ല സങ്കല്പങ്ങളാണെങ്കിൽ ഭഗവാന്റെ ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി അത് നടക്കും എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ച് മാതാജി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ആശയം തന്നെ ശരിക്കും തോന്നിയത്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം മാതാജി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒക്കെ ഗുരു തന്നെയാണ്, ഈ സംഘടനയുടെ ഗുരു തന്നെയാണ് മാതാജി. മാതാജിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ സ്വാമിജിയുടെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാമധേയത്വത്തിൽ ഒരു പിടി മണ്ണ് നമുക്ക് കാലടിയിൽ കിട്ടാൻ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി. നമസ്തേ മാതാജി. പ്രണാം. നമസ്തേ. ജയശങ്കർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. മാതാജി ക്ലാസ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതെല്ലാവരും അവരവരുടെ പറഞ്ഞു. അവരോടൊക്കെ ഞാൻ യോജിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വളരെയധികം അനുഗ്രഹവും കൂടെ അരുളി ചെയ്തു. നമ്മളുടെ ഈ വിഷൻ പൂർത്തീകരിക്കുവാനായിട്ട് അത്യധികം ചാരിതാർത്ഥ്യം. വളരെ നന്ദി. അമ്മയുടെ അനുഗ്രഹങ്ങൾക്കും ആശംസകൾക്കും നന്ദിയും കൂടെ അർപ്പിച്ചു കൊള്ളുന്നു. ജയശങ്കര. പ്രണാം. ജയകൃഷ്ണൻജി പ്രണാം. 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 എല്ലാവർക്കും ജഗദീശ്വരന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. ലോക സമസ്ത സുഗുണവും ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.